ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഓട്ടവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഓട്ടവും കാര്യങ്ങളൊക്കെയാണ്. സോ അപ്പോൾ നമ്മൾ അത് ഓടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വണ്ടി വീട്ടിലല്ല കിടക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ട്രിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാവിലെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഷെഡ് കൊണ്ടിട്ടായിരുന്നു. ഓക്കെ, ചെറിയൊരു സൗണ്ടിൻ്റെ ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെറുക്കൻ ഇവിടെ അങ്ങനെ ഷെഡിൽ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് നേരെ ആളെ എടുക്കാൻ പോണ വഴി വേണം ഡീസലും കാര്യങ്ങളൊക്കെ അടിക്കാം. ഓക്കെ, ഈ കാണുന്ന ഇതിലാണ് നമ്മുടെ ഷെൽബിയുടെ ആണെങ്കിലും ലൈറ്റ് സൗണ്ട് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇവിടെ ഇട്ടായിരുന്നു ഒരു പരിധി വരെ ചെറിയ മെക്കാനിക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെറുക്കനും ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടുന്ന് പതുക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആളെ എടുക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ പോണ വഴി വേണം ഡീസലും കാര്യങ്ങളെല്ലാം അടിക്കാൻ. നമ്മൾ അധികം ഓടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഓട്ടം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല. ഓക്കെ, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിക്ക് വന്ന ഓട്ടമാണ്. അപ്പോൾ പുള്ളിക്ക് വന്ന് എന്തോ ഒരു ഇത് കാരണം അത് നമുക്കും നേരെ മറിഞ്ഞ് വന്നേക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനിപ്പോൾ ഒരു ചെറിയൊരു വില്ലേന്നുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് വേറെ വലിയ ടൂറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഈ ഫാമിലി ആയിട്ടുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. സോ അങ്ങനത്തെ നമ്മൾ വണ്ടിയായിട്ട് പോയ വഴിക്ക് പമ്പ് കണ്ട് പമ്പിൽ കയറ്റി ഇട്ടു. നമ്മൾ ചെറുക്കനോട് നല്ല ലൈറ്റും മേളൊക്കെ ഇട്ട് ഇവിടെ കിടപ്പുണ്ട്. അങ്ങനത്തെ ഫുൾ ടാങ്ക് ഡീസലും കാര്യങ്ങളെല്ലാം അടിച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഓക്കെ, നമ്മൾ വേറെ എങ്ങോട്ടല്ലേ പോകുന്നത്, നമ്മുടെ ആളെ എടുക്കാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ക്യാബിന് ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം ഈ വണ്ടിയിൽ ഒറ്റ ഒരാളുടെ ആവശ്യമല്ലേ ഉള്ളൂ. ഒരു ചെറിയൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വണ്ടിയായിട്ട് പോകുന്നു. അപ്പം അത്യാവശ്യം വലിയ ട്രാഫിക്കോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഓക്കെ, പക്ഷേ ഈ അവരുടെ അടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ പോണ വഴിയില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അത്യാവശ്യം ചെറിയ രീതിക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ക്ലൈമറ്റ് വലിയ സീനോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു യൂ ടേൺ കാര്യങ്ങളൊക്കെ എടുക്കണം. ഓക്കെ, എന്നാലേ ഉള്ളൂ നമുക്ക് നേരെ അവരുടെ വില്ലയിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഞാൻ നൈസായിട്ട് യൂ ടേണും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. അതുപോലെ തന്നെ ഇവിടെ മൊത്തം കൃഷിയും കാര്യങ്ങളും അതുപോലെ തന്നെ വഴിപ്പണിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, മറ്റേ അവിടെ കണ്ട പാലം വരുവാണെങ്കിൽ നമുക്ക് നേരെ ഇങ്ങനെ വന്ന് ഈ വഴി കയറായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്ന് യൂ ടേൺ എടുത്താലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ യൂ ടേണും കാര്യങ്ങളെല്ലാം എടുത്തത് നമ്മുടെ വില്ലയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും റെഡിയായി നിൽക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വില്ലയുടെ പുറകു വഴി പോയി ആളെ കയറ്റി തിരിച്ച് ഇറങ്ങി പോകാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ ആ വഴിയായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ പോവാണ്. ഇനിയിപ്പോൾ നേരെ ആളെ കയറ്റുക, നമ്മൾ ഇവിടുന്ന് പോവാം. ഓക്കെ, അപ്പം വേറെ ലാഗോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഫൈനലി വണ്ടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് പിള്ളേരെല്ലാവരും കയറുന്നു. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയുടെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് 3 പിള്ളേർ. ഓക്കെ, വണ്ടിയുടെ ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പിള്ളേർ 3 പേര് വന്ന് വീഡിയോയും കാര്യങ്ങളെല്ലാം എടുത്തു. സോ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മളിവിടുന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും പോവുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ പോകണം. ഒരു ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. നമുക്ക് കറക്റ്റ് അറിയത്തില്ല. നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം അവൻ അയച്ചതേ ഉള്ളൂ. സോ അത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ഈ ഓട്ടത്തിന് കുറച്ച് റേറ്റ് കൂടുതലാണ്, സാധാ ഓട്ടം പോലെയല്ല. ഓക്കെ, കാരണം വേറെ ഒന്നുമല്ല, ആ പാർക്കിൻ്റെ ആ സ്ഥലത്തോട്ട് നമ്മൾ പോകണമെങ്കിൽ കുറച്ച് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കുറച്ചല്ല, അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഷോക്കും കാര്യങ്ങളെല്ലാം ടയറും എല്ലാം ഒരു ഇതാവുമല്ലോ, ഒരു പരിവാവുമല്ലോ. ഒരു ഓഫ് റോഡ് കയറുവാണെങ്കിൽ നിങ്ങൾക്കറിയാലോ. സോ അതുകൊണ്ട് അതനുസരിച്ചാണ് നമ്മൾ റേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫൈനലി നമ്മൾ ഓഫ് റോഡും കാര്യങ്ങളെല്ലാം കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ചെറുതായിട്ടൊരു വഴി തിരിപ്പോൾ ഞാൻ കറങ്ങി വേണമായിരുന്നു നമുക്ക് തിരിയാനായിട്ട്. പക്ഷേ ഞാൻ നേരെ കയറ്റി വെച്ചു. എന്തോ ഭാഗ്യ ബസ്സുകാരൻ നിർത്തി തന്നുകൊണ്ട്. അങ്ങനെ നമ്മൾ എൻട്രി ഒക്കെ കഴിഞ്ഞ് നേരെ അകത്തോട്ട് പോകുന്നു. ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോയി ഇവരെ ഇറക്കിയിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളിവിടെ പോസ്റ്റാണ്. ഓക്കെ, വേറെ നമുക്ക് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ആളെ ഇറക്കിയിട്ട് നമ്മുടെ വണ്ടി തണൽ നോക്കി ഒതുക്കി. ഇവിടെ ആകെ ഞങ്ങൾ 3 വണ്ടിക്കാരേ ഉള്ളൂ. ഓക്കെ, ഞാൻ 2 കാറും. അങ്ങനെ കുറേ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിക്കാൻ പോയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ അത്യാവശ്യം നല്ല ഓഫ് റോഡ് വഴിയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒന്നും വികസനം വന്നിട്ടില്ല ഗൈസ്. ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ പോലും അതിനുള്ള ഇതും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനിപ്പോൾ പോയി ആളെ ഇറക്കണം. വേറെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോവുക. എന്നിട്ട് വേറെ ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ പതുക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം കഴിഞ്ഞ വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഡെയിലി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.